ഇന്ന് 9ാം ക്ലാസ്സിലെ ലിസാൻ ചോദ്യപേപ്പറാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം വഫിക്ക്, യോജിച്ചത് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും നേരെ തന്നിട്ടുള്ള ആ ഒരു ബോക്സിനുള്ളിലുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതണം. ആദ്യം നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. അൽ ഇദ്ആം സലാസത്തു അബ്വാബ് ലികസ്റത്തിൽ ഇസ്തിഅമാൽ നൂനു സക്കീല മർഫൂആൻ നൂനുൽ ഖഫീഫ. ഒന്നാമത്തെ ചോദ്യം അൽ മുബ്തദഉ വൽ ഖബറു. അതിൻ്റെ ഉത്തരം മർഫൂആൻ. അപ്പോൾ മുബ്തദഉ വൽ ഖബറു എന്നുള്ളത് റഫ് ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് അതിൻ്റെ ഉത്തരം മർഫൂആൻ. രണ്ടാമത്തെ ചോദ്യം ഹുദിഫത്തിൽ ഹംസത്തു മിൻ ഹുദി. ഹുദ് എന്നുള്ളതിൽ ഹംസയെ ഒഴിവാക്കി. അപ്പോൾ അതിൻ്റെ ഉത്തരം ലികസ്റത്തിൽ ഇസ്തിഅമാൽ, ഉപയോഗം വർദ്ധിച്ചതിനാൽ. മൂന്നാമത്തെ ചോദ്യം യൽഹഖു ബിൽ ഫിഅലിൽ മുളാഅഫി. മുളാഅഫായ ഫിഅലിനോട് ചേർക്കും. അതിൻ്റെ ഉത്തരം ഇദ്ആം. നാലാമത്തെ ചോദ്യം അർ റുബാഇയുൽ മസീദു ഫീഹി. അതിനുത്തരം സലാസത്തു അബ്വാബിൻ, 3 ബാബുകളാണ്. അടുത്ത ചോദ്യം ലാ തദ്ഖുലു ഫിൽ മുസന്ന വ ജംഇൽ മുഅന്നസ്. ജംഉ മുഅന്നസിലും മുസന്നയിലും പ്രവേശിക്കില്ല. അതിൻ്റെ ഉത്തരം നൂനുൽ ഹഫീഫ, ഹഫീഫയുടെ നൂൻ. അടുത്ത ചോദ്യം തദ്ഖുലു ഫി കുല്ലി സീഇം മിൻ അംർ. അംറിൽ നിന്നുള്ള എല്ലാ സീഅകളിലും പ്രവേശിക്കും. അതിൻ്റെ ഉത്തരം നൂനു സക്കീല, സക്കീലയുടെ നൂൻ. ഇനി രണ്ടാമത്തെ ഭാഗം മയ്യിസ്, വേർതിരിക്കാം. ഇവിടെ അൽ ജുംലത്തുൽ ഫിഅലിയ്, ജുംലത്തുൽ ഇസ്മിയ് എന്ന് 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ബോക്സിൽ നിന്നും ജുംലത്തുൽ ഫിഅലിയ, ജുംലത്തുൽ ഇസ്മിയ തിരഞ്ഞെടുത്ത് എഴുതാനുള്ളതാണ്. അപ്പോൾ ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയുമ്പോൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുമ്പോൾ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് അൽ ഖുർആൻ കിതാബുല്ലാ, ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാകുന്നു. അൻസലല്ലാഹുൽ ഖുർആന, അള്ളാഹു താല ഖുർആനിനെ ഇറക്കി. അസ്ദുക്കന്ന യാ ഹബീബി, എൻ്റെ സഹോദര നീ സ്വതക്ക ചെയ്യേണ്ടതാകുന്നു. അൽ മുഅ്മിനു ലാ യക്ദിബന്ന, മുഅ്മിനീങ്ങൾ കളവ് പറയുകയില്ല. ഇനി ഒന്നാമത്തെ ചോദ്യം ജുംലത്തുൽ ഫിഅലിയ. അപ്പോൾ ഇതിൽ ഫിഅലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അൻസലല്ലാഹുൽ ഖുർആൻ, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഇറക്കി. അസ്ദുക്കന്ന യാ ഹബീബി, ഈ 2 ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ജുംലത്തുൽ ഇസ്മിയ. അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അൽ ഖുർആനു കിതാബുല്ലാ, അൽ മുഅ്മിനു ലാ യക്ദിബന്ന. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉക്തുബു സ്നൈനി, 2 വീതം എഴുതുക. തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 ഉത്തരം വീതം എഴുതുക. ഇതിൽ ഒന്നാമത്തെ ചോദ്യം അൻവാ ഉൽ മഹ്മൂസി, മഹ്മൂസിൻ്റെ ഇനങ്ങൾ ഏതെല്ലാം? അപ്പം അതിൽ നിന്നും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം മഹ്മൂസിൽ ഫായി, മഹ്മൂസിൽ ഐനി, മഹ്മൂസിൽ ലാമി. അടുത്ത ചോദ്യം അബ്വാബു സ്വലാസുൽ മുജറദി, സ്വലാസുൽ മുജറദിൻ്റെ ബാബുകൾ. അതിൻ്റെ ആൻസർ ഫഅല യഫ്ഉലു, ഫഅല യഫ്ഇലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു, ഫഉല യഫ്ഉലു. അടുത്ത ചോദ്യം നൗആനി ലിൻ നഹ്യി, നഹ്യിൻ്റെ ഇനങ്ങൾ 2 എഴുതാൻ. അതിൻ്റെ ഉത്തരം നഹ്യ് ഹാളിർ, നഹ്യ് ഗായിബ്. അടുത്തത് തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ്. ചോദ്യം 1 ഇദാ അൽ തഖത്തിൽ ഹംസത്താനി ഫി കലിമത്തി വസാനിയത്തുഹുമാ സാക്കിനത്തും ഫമാദാ യജീബു. അതായത് ഒരു കലിമത്തിൽ 2 ഹംസ ഒന്നിച്ചു വരികയും അതിൽ രണ്ടാമത്തെ ഹംസ സുക്കൂനാവുകയും ചെയ്താൽ എന്തു ചെയ്യലാണ് നിർബന്ധം? അതിൻ്റെ ഉത്തരം വജബ കൽബുഹ ബി ജിൻസി ഹർക്കത്തിം മാ കബ്ലഹ. അതായത് അതിനെ തൊട്ടു മുൻപുള്ള ഹർക്കത്തിനോട് ചേർത്ത് മറിക്കണം.
രണ്ടാമത്തെ ചോദ്യം അൽ ഫേലുൽ മുഅത്തല്ലു മാഹുവ. ഫേലു മുഅത്തല് എന്താണ്? അതിൻ്റെ ഉത്തരം മാ കാന അഹദു ഹുറൂഫിഹിൽ അസ്ലിയത്തി അലിഫം ഔ വാവൻ ഔ യാ. തന്നിട്ടുള്ള ഫേലിൻ്റെ അസ്ലിയായ ഹർഫുകളിൽ അലിഫ് അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ യാ ഇവയാണെങ്കിൽ ഇതിനെയാണ് ഫേലു മുഅത്തല് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം മുളാഅഫു മിനസ് സ്വലാസി മാഹുവ. സ്വലാസിയിൽ നിന്നുള്ള മുളാഅഫ് എന്ത്? മാ കാന ഐനുഹു വലാമുഹു മിൻ ജിൻസിൽ വാഹിദ്. തന്നിട്ടുള്ള ഫിലിൻ്റെ ഐന് അല്ലെങ്കിൽ ലാമ് ഇവ ഒരേ ജിൻസിൽ നിന്നുള്ളതാണെങ്കിൽ അതാണ് മുളാഅഫു മിനസ് സ്വലാസി. നാലാമത്തെ ചോദ്യം അസുലാസിയുൽ മസീദു ഫീഹി മാഹുവ. അതിൻ്റെ ഉത്തരം ഹർഫൻ ഔ ഹർഫൈനി ഔ സലാസത്ത അഹ്റുഫിൻ മിനസ് സവാഇദി അലൽ അഹ്റുഫി സലാസത്തിൽ അസ്ലിയ. അസ്ലിയായ 3 ഹർഫിനേക്കാൾ 1 2 3 ഹർഫ് അധികമായി വന്നാൽ അതിനെ അസുലാസിൽ മസീദു ഫീഹി എന്ന് പറയുന്നു. അടുത്ത ചോദ്യം കൈഫ യുബ്ന ഇസ്മു ഫാഇലി മിൻ ഫിഇലി സാദ അലാ സലാസത്തി അഹ്റുഫിൻ. 3 ഹർഫുകളേക്കാൾ കൂടുതലായ ഫിഇലിൽ നിന്നും ഇസ്മു ഫാഇലിനെ എടുക്കപ്പെടുന്നതെങ്ങനെ? ബി വൽഇ മീമിൻ മൽമൂമത്തിൻ മൗലിഅ ഹർഫിൽ മുലാരിഅത്തി വ കസ്രി മാ ഖബലൽ ആഖിരി. ലൊമ്മുള്ള മീമിനെ വെക്കൽ കൊണ്ട് മുലാറത്തിന്റെ ഹർഫിന്റെ സ്ഥാനത്ത് വ കസ്രി മാ ഖബല ആഖിരി അവസാനത്തിന് മുൻപുള്ള അക്ഷരത്തിന് കസ്റ് ചെയ്യൽ കൊണ്ടും. അടുത്തത് സർഫാക്കാനുള്ളതാണ്. അതിലൊന്നാമത്തത് ബാ ബാ ആ ബാ ഉ ബാഅത്ത് ബാഅത്താ ബിഅന ബിഅത ബിഅതുമാ ബിഅതും ബിഅതി ബിഅതുമാ ബിഅതുന്ന ബിഅതു ബിഅന. അടുത്തത് യമുദ്ദു യമുദ്ദാനി യമുദ്ദൂന തമുദ്ദു തമുദ്ദാനി യംദുദുന തമുദ്ദു തമുദ്ദാനി തമുദ്ദൂന തമുദ്ദീന തമുദ്ദാനി തംദുദുന അമുദ്ദു നമുദ്ദു. ലറബ യളിരിബു ലർബൻ ഫഹുവ ലാരിബുൻ വലുരിബ യുൽറബു ലർബൻ ഫഹുവ മൽറൂബുൻ അൽ അംറു മിൻഹു ഇൽരിബ് ലിയൽരിബ് വന്നഹയു ലാ തൽരിബ് ലാ യൽരിബ്. അടുത്തത് കോളം പൂർത്തിയാക്കാനുള്ളതാണ്. മുജറദ് മസീദു ഫീഹി അൽ ഹുറൂഫു സായിദ. അതായത് കൂടുതലുള്ള അക്ഷരങ്ങൾ എഴുതാൻ. മുജറദിൽ ഹദിമ, അതിൻ്റെ മസീദു ഫീഹി ഇസ്തഖ്ദമ. അതിൽ ഹുറൂഫ് സായിദയിൽ വരുന്നു. ഇപ്പോൾ ഹദിമ എന്നുള്ള അക്ഷരത്തിൽ നിന്നും കൂടുതലായിട്ട് ഇസ്തഖ്ദമ എന്ന അക്ഷരത്തിൽ എന്താണ് വന്നിട്ടുള്ളത്? അപ്പോൾ അലിഫ് സീന് ത്വാ. അടുത്തത് ഹർജമ മസീദു ഫീഹി ഇഹ്റഞ്ചമ. അതിൽ കൂടുതലായിട്ട് അലിഫ് നൂന്. ഇനി അടുത്തത് മൂന്നാമത്തേൽ മസീദു ഫീഹി തന്നിട്ടുണ്ട്, ഇക്ഷഅറ എന്ന് തന്നിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള അക്ഷരങ്ങൾ അലിഫ് റാ തന്നിട്ടുണ്ട്. അപ്പോൾ മുജറദ് എഴുതുമ്പോൾ അലിഫ് റാ കളഞ്ഞിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങൾ ചേർത്ത് കഷഅറ എന്നാക്കി മാറ്റാം. അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള അക്ഷരങ്ങൾ അലിഫ് റാ. അടുത്തത് അലമ തഅല്ലമ. കൂടുതലായി വന്നിട്ടുള്ള അക്ഷരങ്ങൾ താ ലാം. അടുത്തത് തർജിം ചെയ്യാനുള്ളതാണ്. വസല സാലിമുൻ മസാഅം മഅൽ വാലിദിഹി ഇലാ സാഹിലിൽ ബഹരി. സാലിം വൈകുന്നേരം പിതാവിനോട് കൂടെ കടൽ തീരത്ത് എത്തി. അടുത്തത് അക്മലല്ലാഹു തൻസീലൽ ഖുർആനി ബിസലാസത്തിൻ വ ഇശ്രീന സനതൻ. അള്ളാഹു ഖുർആനിൻ്റെ അവതരണം 23 വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. അടുത്തതായിട്ട് ഇവിടെ ഓർഡർ തെറ്റി തന്നിട്ടുള്ളത് ക്രമപ്പെടുത്താനുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് മൻസി സലാസത്തിൻ ഇസ്മു ഫാഇൽ ഇദാ
യകൂനു കഅദ്ദ കഫാഇലിൻ സുഇ. അപ്പം അത് തിരിച്ചെഴുതുമ്പോൾ കഫാഇലിൻ സു ഇസ്മ ഫാഇലിൻ ഇദാ മിന്തി സലാസത്തിൻ യകൂനു കഅദ എന്നാക്കി തിരിച്ചെഴുതണം.